ഇറാന് ശേഷം ക്യൂബ എന്ന സൂചന നൽകിയിരിക്കുന്നു ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ്. ക്യൂബ വളരെ മോശം കരാറിൽ ഏർപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. ക്യൂബയിലുള്ള അമേരിക്കക്കാർ മടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. ആദ്യം ഇറാനിലെ ദൗത്യം തീർക്കട്ടെ എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അമേരിക്കൻ ഉപരോധങ്ങളിൽ കടുത്ത പ്രതിസന്ധിയിലാണ് ക്യൂബ. ഫൈസൽ ഹംസ വിവരങ്ങൾ നൽകും. ഫൈസൽ, ഇപ്പോൾ കൂടുതൽ ആശങ്കയിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളാണോ അമേരിക്കയുടെ ഭാഗത്തും വരുന്നത്? ഇപ്പോൾ യുദ്ധക്കൊതിയനായി മാറിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ്. അമേരിക്കയിൽ ഇതുവരെ കണ്ട പ്രസിഡന്റുമാരിൽ ഏറ്റവും ക്രൂരമായ നടപടിയിലേക്ക് കടക്കുന്ന ഒരാളായി ഡൊണാൾഡ് ട്രംപ് മാറുകയാണോ? എന്താണ് ഇപ്പോൾ അമേരിക്ക ഇറാന് നേരെ നടക്കുന്ന ആക്രമണം, അതോടൊപ്പം തന്നെ ക്യൂബയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രതികരണം? ഫൈസൽ, സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ മാഗ, അതായത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള മുദ്രാവാക്യവുമായി വന്ന ട്രംപ് ഇപ്പോൾ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ത്വരയോടെ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നിരന്തരമായി യുദ്ധഭീതി, വിവിധ രാജ്യങ്ങൾക്കെതിരെ യുദ്ധഭീഷണി മുഴക്കുന്നു എന്നുള്ളതാണ്. ആദ്യം വെനസ്വലയിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അവിടെ മദുറോയെ ഒരു രാത്രി പിടിച്ചു കൊണ്ടുവരുന്നു. അതിനുശേഷം അവിടെ ഒരു പാവ സർക്കാരിനെ കൊണ്ടുവരുന്നു. അന്ന് തന്നെ ക്യൂബക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കിയിരുന്നതാണ്. ആ നിരന്തരമായ ഉപരോധങ്ങൾ, നേരത്തെ വെനസ്വലയിൽ നിന്നുള്ള ഇന്ധനമായിരുന്നു ക്യൂബക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അമേരിക്കയുടെ പാവ ഗവൺമെൻറ് അവിടെ വന്നതിന് ശേഷം ആ തരത്തിലുള്ള ഒരു സഹായവും ക്യൂബയ്ക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ആ രാജ്യം നേരിടുന്നുമുണ്ട്. ഇപ്പോൾ ഇന്നലെ ട്രംപ് പറഞ്ഞൊരു കാര്യം, ആദ്യം ഇറാൻ ഇതൊന്ന് തീർക്കട്ടെ, അതിനുശേഷം ക്യൂബയിലേക്ക് കടക്കുമെന്നുള്ള കാര്യമാണ്. ക്യൂബയിലുള്ള അമേരിക്കക്കാരോട് മടങ്ങാനും നിങ്ങളുടെ ജീവൻ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു സന്ദേശവും അദ്ദേഹം നൽകുന്നുണ്ട്. ഒരാഴ്ച മുമ്പാണ് വളരെ സമാധാനപരമായി ക്യൂബ പിടിച്ചടക്കുമെന്നുള്ള ഒരു പ്രസ്താവന ട്രംപ് നടത്തുന്നത്. അതിനെതിരെ ഡിയാസ് കനാൽ, ക്യൂബൻ പ്രസിഡന്റ്, ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു, ശക്തമായ അമർഷം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏത് തരത്തിലും പ്രതിരോധിക്കുമെന്നുള്ള അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് കൃത്യമായി ലോക സമാധാനം, നമുക്കറിയാം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആഗ്രഹിച്ച് നടന്ന വ്യക്തിയാണ് ട്രംപ്. പക്ഷെ അത് കിട്ടിയില്ല എന്നതിന് ശേഷം അദ്ദേഹം നിരന്തരമായി ലോകരാജ്യങ്ങൾക്കെതിരെ ആക്രമണ ഭീഷണി മുഴക്കുകയല്ല, ഈ തരത്തിലുള്ള കടന്നുകയറ്റം നടത്തുക കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് സ്മൃതി.